ഈ അധ്യയന വർഷത്തിൽ ഒരു ഗവൺമെൻറ് സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനിലെ 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരനുഭവം ഉണ്ടായി. അതറിഞ്ഞപ്പോൾ ഉണ്ടായ പ്രയാസം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എറ്റ്യൂഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സുധാചന്ദ്രൻ. കേരളത്തിലെ മാതാപിതാക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മാനസിക ശാരീരിക പീഡനം കൊടുക്കുക എന്നാണോ? കഥ ഇതാണ്. 1ാം ക്ലാസ്സിലെ കുട്ടി വീട്ടിലെത്തിയപ്പോൾ അമ്മ കണക്ക് പഠിപ്പിക്കാൻ വിളിച്ചു. കുട്ടി 1, 2, 3 പറഞ്ഞതിന് ശേഷം 4ന് പകരം 4 എന്ന് പറഞ്ഞുപോയി. അമ്മ കുഞ്ഞിനെ അടിക്കുകയും അധ്യാപകരെ വിളിച്ച് ദേഷ്യപ്പെടുകയും ചെയ്തു. പിറ്റേന്ന് സ്കൂളിലെത്തിയ കുട്ടിക്ക് വൈകുന്നേരം വീട്ടിൽ പോകണ്ട. കുട്ടി കരച്ചിലായി. അമ്മയെ കാണാൻ ഇഷ്ടമില്ല, അമ്മയുടെ അടുത്ത് പോകണ്ട എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഇത് ഒറ്റപ്പെട്ട ഒരു അനുഭവമല്ല. ഞാൻ ജോലി ചെയ്യുന്ന കാലത്തും വീട്ടിൽ പോകാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ടീച്ചറിൻ്റെ കൂടെ വരട്ടെ എന്ന് ചോദിച്ച് കരയാറുണ്ടായിരുന്നു. ഈ വീഡിയോ കാണുന്ന പല അധ്യാപകർക്കും ഇത്തരം അനുഭവങ്ങൾ സാധാരണമാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വൃദ്ധരായ മാതാപിതാക്കളെ നോക്കാൻ മക്കളില്ല എന്ന് പരാതി പറയുമ്പോഴും കുട്ടികൾക്ക് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ മുതിർന്നവർ കൊടുത്ത സന്തോഷങ്ങളും വേദനയും എന്താണെന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. കുട്ടിക്ക് 8 വയസ്സിന് മുൻപ് അമ്മയും അച്ഛനും കൊടുത്ത അനുഭവങ്ങൾ കുട്ടിയുടേതായ രീതിയിലായിരിക്കും മനസ്സിലാക്കുക. ആ സമയത്ത് കുട്ടിക്ക് ഫിൽറ്റർ മൈൻഡ് രൂപപ്പെട്ടിട്ടില്ലാത്തതിനാൽ കുട്ടി ഗ്രഹിക്കുന്നതെല്ലാം അതേപടി സബ് കോൺഷ്യസിൽ പോയി കിടക്കും. പിന്നീട് സമാന സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ട്രിഗർ ചെയ്യാൻ സാധ്യതയുമുണ്ട്. മാതാപിതാക്കളുടെ ദേഷ്യമോ മനോഭാവമോ മുൻവിധിയോ സംശയമോ പകയോ അറിവുകേടോ അല്ല പ്രവർത്തിക്കേണ്ടത്. ഏതനുഭവത്തെയും ഓരോ വ്യക്തിയും കാണുന്നത് അവനവൻ്റെ ശരികളെ മുൻനിർത്തിയാവാം. അതും ആ വ്യക്തിയുടെ ബാല്യത്തിൽ വളർന്ന സാഹചര്യങ്ങൾ അനുസരിച്ചായിരിക്കും. 10% മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. 90% യാഥാർത്ഥ്യങ്ങളും മറഞ്ഞിരിക്കുന്നു. പക്ഷേ പറഞ്ഞാൽ അത് ആർക്കും മനസ്സിലാവില്ല. മുൻവിധിയോടെ സമീപിച്ചാൽ ആർക്കും യാഥാർത്ഥ്യം മനസ്സിലാവില്ല. അതാണ് സത്യം. ഇന്നത്തെ ശരി നാളത്തെ തെറ്റും, ഇന്നത്തെ തെറ്റ് നാളത്തെ ശരിയുമാവാൻ സാധ്യതയുണ്ട്. പണ്ട് ഭൂമി പരന്നതാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ ഭൂമിയെക്കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടത്തി എന്തെല്ലാം സത്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനിയും ആശയങ്ങൾക്ക് മാറ്റം ഉണ്ടായിക്കൂടെ? ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും. നമുക്ക് നമ്മുടെ മക്കളെ നന്നായി വളർത്തണം. അവരുടെ കഴിവുകൾ മികച്ച രീതിയിൽ വെളിയിൽ കൊണ്ടുവരണം. കാണാതെ പഠിപ്പിച്ച് അടിച്ചൊതുക്കി മാർക്ക് വാങ്ങിക്കലല്ല വിദ്യാഭ്യാസം. സ്കൂളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ കണ്ടും കേട്ടും എഴുതിയും പഠിച്ചിട്ട് സ്വയം മനനം ചെയ്ത്, അതായത് ചിന്തിച്ച് പുതിയ സാഹചര്യത്തിൽ സ്വന്തം കഴിവുകൾ അതിൽ പ്രയോഗിച്ച് മുന്നേറുന്ന കുട്ടികളെയാണ് നമ്മുടെ ലോകത്തിന് വേണ്ടത്. കോപ്പി അടിക്കാതെ പഠിച്ചു മാർക്ക് വാങ്ങുന്ന കുട്ടികളെ, യോഗ്യതയ്ക്കനുസരിച്ച് അഡ്മിഷൻ തേടി ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ള അടുത്ത തലമുറയ്ക്കായി പേരൻസ് കുട്ടികളെ പരിശീലിപ്പിക്കൂ. പഠിക്കേണ്ടത് എങ്ങനെയാണെന്നും ഉത്തരവാദിത്തത്തോടെ സ്വന്തം ജോലികൾ ഓരോന്നും നോക്കേണ്ടത് എന്താണെന്നും എങ്ങനെയാണെന്നും ടൈം മാനേജ്മെൻറ്റ് സ്കിൽ വർദ്ധിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നും കുട്ടികൾ പരിശീലിച്ചിരിക്കണം. പഠനം സ്വന്തം ഉത്തരവാദിത്തമായി കുട്ടികൾ ഏറ്റെടുക്കണം. അതിന് കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് പേരൻസ് ചെയ്യേണ്ടത്. കുട്ടികൾ 1ാം ക്ലാസ്സിൽ വാങ്ങുന്ന മാർക്കല്ല അവരുടെ ജീവിതം തീരുമാനിക്കുന്നത്. ഇനിയുള്ള കാലത്ത് സ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നൈപുണിക്കാണ് പ്രാധാന്യം. അടിച്ചൊതുക്കിയാൽ നൈപുണി ഉണരില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല. നൈപുണി ഉറങ്ങി അവിടെ കിടക്കുക തന്നെ ചെയ്യും. ഇന്നർ ചൈൽഡ് വർക്ക് പഠിപ്പിക്കുന്ന അനുഭവ പാഠങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. മക്കളെ വളർത്തുമ്പോൾ വികാരങ്ങളല്ല ഭരിക്കേണ്ടത്, വിവേകമാണ്. സ്റ്റേ ട്യൂൺഡ്. വീഡിയോ സീരീസ് തുടരും.